നിങ്ങൾക്ക് മലേഷ്യ കാണണം വെറും 28,500 അതും ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം. കോഴിക്കോട് ലോഞ്ചിൽ കയറി മനുഷ്യൻ കുടുങ്ങി വച്ചു. നമസ്കാരം, ആസൂസ് ആണ്. മലേഷ്യയിലേക്കുള്ള യാത്രയ്ക്ക് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ഓഫർ തരാൻ വേണ്ടി ഫസ്റ്റ് തന്നെ പറയാണ്, 28,500 ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം 28,500 ഈ വരുന്ന അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് മലേഷ്യക്ക് പോകാൻ പറ്റും. എക്സൈ ടൂർസ് അങ്ങനെ ഓഫർ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പ്, മലേഷ്യൻ ട്രിപ്പിന്റെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഞാൻ പോകുന്നത് കാലിക്കറ്റുള്ള എക്സൈ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് അവരൊരുക്കുന്ന അവരുടെ പാക്കേജിൽ 10-20ഓളം ആളുകളുടെ കൂടെ തന്നെയാണ് ഈ എൻ്റെ യാത്ര. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കെട്ടി വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങുന്നൊരു ശീലം ഉണ്ടായത് കൊണ്ട് അതൊക്കെ ചോദിച്ച് മേടിച്ചു. കാലിക്കറ്റ് എയർപോർട്ടിൽ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നത് വലിയ സന്തോഷം ഉണ്ടാക്കി. ചെക്കിംഗ് ഒന്നും അധികം സമയമെടുക്കാതെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റി, ലോഞ്ചിലേക്ക് കയറണമെന്ന ആഗ്രഹം കൊണ്ട് ലോഞ്ചിലേക്ക് വന്നപ്പോൾ അവിടെ ക്യൂ കാണുന്നത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ സത്യം പറയും ഒരു സീറ്റ് കിട്ടാൻ ഞാൻ പടാപ്പാട് പെട്ടു. എല്ലാവരും ഇപ്പോൾ ലോഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം നമ്മൾ വ്ളോഗർമാരൊക്കെ തന്നെയാണ് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചതൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പ് ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. എനിവേ അവിടെ എന്തായാലും നമ്മൾ 2 രൂപ കൊടുക്കുന്നത് മുതലാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മാക്സിമം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, സൂപ്പ് കുടിച്ചു. അവസാനം എന്ത് ചെയ്തു, ഒരു ക്യാപ്പച്ചീനോ കോഫിയൊക്കെ കുടിച്ച് ഏകദേശം ഫ്ലൈറ്റിൻ്റെ സമയമായപ്പോൾ അവിടെ നിന്നിറങ്ങി നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൈറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിന് മുമ്പ് ഒരുപാട് കാർഡുകൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ആ കാർഡ് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്ന് പൗസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഗേറ്റ് നമ്പർ 2 ഓപ്പണായി നേരെ എയർ ഏഷ്യൻ്റെ ഉള്ളിലേക്ക് കയറി. ഏകദേശം 180 ആളുകൾക്ക് സീറ്റിങ്ങുള്ള ഫ്ലൈറ്റായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ മാക്സിമം സീറ്റൊക്കെ വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത്. പിന്നെ ആദ്യമേ പറഞ്ഞുതരാം, ഒരു കുപ്പി വെള്ളം പോലും അവിടെ നിന്ന് കിട്ടൂല കേട്ടോ. ഒരു കുപ്പി വെള്ളത്തിന് നാട്ടിലെ 80 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ എയർ ഏഷ്യ ഫ്ലൈറ്റിൽ ഫുഡില്ലാതെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളക്കുപ്പി കയ്യിൽ പിടിക്കുക. അത് ലാഭമായിരിക്കും. കാരണം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ദാളിദ്യവും ഇല്ലാതെ 80 രൂപ കൊടുത്ത് വെള്ളം കുടിച്ചു. കാരണം വെള്ളം നമുക്ക് അത്യാവശ്യമാണല്ലോ. ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ദയമായ കോലാലംപൂരിലെ എയർ ഏഷ്യക്ക് മാത്രമുള്ള എയർപോർട്ടിൽ ഇറങ്ങുകയാണ്. വീണ്ടും പറയുകയാണ്, എയർ ഏഷ്യക്ക് മാത്രമുള്ള ഒരു വലിയ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ എയർപോർട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മലേഷ്യൻ മണ്ണിൽ കാലെടുത്ത് കുത്തി അവിടെ ഇമിഗ്രേഷൻ ചെയ്തു. ഓൺ അറൈവൽ വിസയാണ്. അതിന് മുമ്പ് ഈ മലയ ഡിജിറ്റൽ അറൈവൽ കാർഡ് നമ്മൾ എന്ത് ചെയ്യണം, നാട്ടിൽ നിന്ന് സെറ്റാക്കി വരണം. അവിടെ നിന്ന് ഓൺ അറൈവൽ നമുക്ക് വിസിറ്റിങ്ങിൻ്റെ പാസ് അവിടെ നിന്ന് കിട്ടി. രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു ഗൈഡ് ഞങ്ങളുടെ സ്വന്തം സുന്ദരിയുടെ കൂടെ പോവാണ്. അതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, 28,500 ജൂൺ 5-നും ജൂലൈ 24-നുമാണ് ഇവിടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഡേയും 3 നൈറ്റും അടങ്ങുന്ന ട്രിപ്പിന് വെറും 28,500 ഇവർ മേടിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അവർ 22 പേർക്ക് 44 പേരുടെ ബസ്സൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തത്. ഫുട്ബോൾ തട്ടി കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ബസ്സിൽ. അതിന് കാരണം എന്താ, എക്സൈ ടൂറിസ്റ്റിൻ്റെ ഗിരീഷേട്ടൻ വരെ ഞങ്ങളുടെ ട്രിപ്പിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മലേഷ്യൻ മണ്ണിലെ യാത്രകൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഗൈഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയുള്ള വീഡിയോസ് മൊത്തം മലേഷ്യയിലുള്ള വിശേഷങ്ങളായിരിക്കും. അത് കാണുക. നിങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കും.